എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഗേൾസിൻ്റെ യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ 2 മീറ്റർ തുണിയാണുള്ളത്, 36 ഇഞ്ച് വീതിയാണ്. അതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. അപ്പോൾ ഇത് +1 പഠിക്കുന്ന കുട്ടികളുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇനി ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ കരഭാഗം കഴിഞ്ഞിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം ഫ്രണ്ട് പട്ടിക്ക്. എന്നിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഇറക്കം വന്നിട്ട് 22.5 ഇഞ്ചാണ്. ഇപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 22.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് ബോട്ടം മടക്കി അടിക്കാൻ മാർക്ക് ചെയ്യാം. ഇതൊരു 3/4 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുന്നത് ഡബിൾ മടക്ക് കൊടുക്കും. ഇനി വന്നിട്ട് ഷോൾഡർ ഒരു 1.5 ഇഞ്ച് ഡൗൺ ചെയ്യാം. ആം ഹോൾ വന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റ് 34 അതിൻ്റെ 4 ഭാഗം 8.5 ഇഞ്ച് വരും. അതിന് 1 ഇഞ്ച് കുറച്ച് വയ്ക്കുക, 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്കിൽ വന്നിട്ട് ഷോൾഡർ നമ്മൾ 1 ഇഞ്ച് കയറ്റി വയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് ഇവിടെ കുറച്ച് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ സെൻറ്റർ നമുക്കിതിൻ്റെ ഷേപ്പ് കൊടുക്കാം. ഇനി ഇതൊന്ന് വരച്ചെടുക്കാം. ഇതിൻ്റെ കോളർ വന്നിട്ട് 13 ഇഞ്ചാണ്. നമ്മൾ കഴുത്ത് ടൈറ്റ് ആയിട്ട് എടുക്കുമ്പോൾ 12 ഇഞ്ചേ വരുള്ളൂ. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അങ്ങനെ 13 ഇഞ്ച്. ആ 13 ഇഞ്ചിൻ്റെ 5-ലൊരു ഭാഗം 2.5 ഇഞ്ച് ഒരു പോയിൻറ്റും വരും, അത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ താഴേക്ക് വന്നിട്ട് അതിനൊരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. 2.25 ഇഞ്ച് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ചെറിയൊരു ഷേപ്പിൽ കഴുത്ത് വരച്ചെടുക്കുക. അപ്പോൾ ഇനി ഷോൾഡർ 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 7.5, 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, അങ്ങനെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. ഇവിടെ 8 ഇഞ്ച് വയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഒരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ലൊരു ഭാഗം 8.5 ഇഞ്ച് വരും, അത് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് ലൂസ് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. ഇത് വന്നിട്ട് നമ്മൾ 1.5 ഇഞ്ച് ലൂസ് ഇട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ബട്ടൺ ഇടുമ്പോൾ നമുക്ക് ആകെ 1/2 ഇഞ്ച് ലൂസാണ് കിട്ടുള്ളൂ. ഇതിൽ 1/2 ഇഞ്ച് നമുക്ക് ബട്ടണിലേക്ക് പോകും. അപ്പോഴാണ് നമുക്ക് 1 ഇഞ്ച് ലൂസ് കിട്ടുള്ളൂ. 1.5 ഇഞ്ച് ഇട്ടില്ല, 1 ഇഞ്ചാണ് ഇടണമെങ്കിൽ ഷർട്ട് ഇടാൻ പറ്റില്ല, നല്ല ടൈറ്റ് ആയി പോകും. ഇവിടെ അതേപോലെ തന്നെ വേസ്റ്റ് വന്നിട്ട് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4-ലൊരു ഭാഗം 7.5 വരും. അത് കൂടെ 1.5 ഇഞ്ച് ലൂസ് കൊടുക്കാം. 9, 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. ഇവിടെ മുകളിൽ കൊടുത്ത പോലെ തന്നെ കൊടുക്കാം. 8.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 1/2 ഇഞ്ച്. ഇനി ഇവിടെ നമുക്ക് ഈ ആം ഹോൾ സ്കെയിൽ വെച്ചിട്ട് ആം ഹോൾ വരച്ചെടുക്കാം. ഇത് വന്നിട്ട് കോട്ടിൻ്റെ അകത്തിടുന്ന ഷർട്ടാണ്. ഇത് നമുക്ക് ലൂസ് വേണമെങ്കിൽ 1/2 ഇഞ്ചും കൂടെ ആദ്യം ഇട്ടിട്ട് കട്ട് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ആകെ വെച്ചത് 10.5 ഇഞ്ചാണ്. 10 ഇഞ്ച് വെച്ചിട്ട് ബാക്ക് മടക്കിയെടുക്കുക. ഈ കര ഒഴിവാക്കിയിട്ട് 10 ഇഞ്ച് എടുക്കുക. ഇതേപോലെ 1/2 ഇഞ്ച് ബാക്ക് കുറച്ച് വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് സൈഡ് അടിച്ചിട്ട് ഇത് ഫ്ലാറ്റ് ആയിട്ട് വെച്ചിട്ട് അയൺ ചെയ്യുമ്പോൾ സൈഡ് ഒപ്പം കിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് വീതി വന്നിട്ട് കഴുത്തിൻ്റെ വീതി നമ്മൾ നേരത്തെ വെച്ചത് 2.25 ഇഞ്ച് ഒരു പോയിൻ്റാണ്. ഇവിടെ നമുക്ക് 2.5 ഇഞ്ച് തന്നെ വയ്ക്കാം, ഒരു പോയിൻ്റ് കൂടുതൽ വയ്ക്കാം. ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 1.5 ഇഞ്ച് താഴ്ത്തി വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് കഴുത്ത് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇതേപോലെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരച്ചെടുക്കുക.
എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ വീതി എത്രയുണ്ട് നോക്കുക. ഇത് ഏകദേശം 6 ഇഞ്ച് വരുന്നുണ്ട്. ഇത് തന്നെ ഇവിടെയും മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് കൂടുതൽ ഇട്ടായിരുന്നു. ഈ 1/2 ഇഞ്ചിലേക്ക് ഈ മാർക്ക് ഇതേപോലെ നേരെ വരയ്ക്കുക. ഇവിടെ 1/2 ഇഞ്ച് കുറവാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിന് നേരെ ഇതിലേക്ക് വരയ്ക്കുക. അതിനുശേഷം ആം ഹോൾ വരയ്ക്കുക. ഇനി ഇതിനൊപ്പം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഇതിനൊപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതേപോലെ 1 ഇഞ്ച് ഷോൾഡർ എക്സ്ട്രാ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ചെസ്റ്റിൻ്റെ 4 ഭാഗത്തുനിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് ആം ഹോൾ ഇവിടെ കട്ട് ചെയ്തത്. ഇനി ഈ ആം ഹോളിനനുസരിച്ച് നമുക്ക് സ്ലീവ് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിന് ആദ്യം ഇതേപോലെ 2 ആയിട്ട് മടക്കുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കുക. നമുക്ക് 2 സ്ലീവ് ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഒരു 3.5 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ആം ഹോൾ വന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ 4 തന്നെ എടുക്കാം. 8 ഇഞ്ച് എടുക്കാം. 8 ഇഞ്ച് വരുമ്പോൾ നമ്മൾ 8.25 ഇഞ്ച് എടുത്താൽ മതി. ഇവിടെ ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8 ഇഞ്ച് തന്നെ കിട്ടും. ഇനി ഇതിൻ്റെ ഇറക്കം വന്നിട്ട് 15.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, 16 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇവിടെയും വെച്ചാൽ മതി. കാരണം ഇവിടെ നമ്മളൊരു 2 ഇഞ്ചിൽ ഒരു ബ്ലാക്ക് പീസ്, അതായത് യൂണിഫോം കോട്ടിൻ്റെ അതേ തുണി ഇവിടെ 2 ഇഞ്ച് വീതിയിൽ ബോർഡർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. സ്ലീവിൻ്റെ ലൂസ് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5, 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. 5.5 ഇഞ്ച്. ഇവിടെ നമുക്കിവിടെ 8 ഇഞ്ച് കറക്റ്റായിട്ട് മതി. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് വരച്ചാൽ മതി. ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഫ്രണ്ട് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള കോളർ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ പാറ്റേൺ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. പാറ്റേൺ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഷർട്ടിനുള്ള പാറ്റേൺ ആണ്. ഇത് 10.5 ഇഞ്ച് മുതൽ 13.5 ഇഞ്ച് വരെ വലിപ്പമുള്ള കോളർ ഇതേ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ വന്നിട്ട് 13.5 ഇഞ്ചാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിന് തൊട്ടുള്ള ഈ ലൈന് വന്നിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 13 ഇഞ്ച് കിട്ടും. ഇത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ബാൻഡിലും അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 13 ഇഞ്ചാണ് കിട്ടുക. അല്പം കൂടെ നീളം വേണം. ഇനി ഇതിങ്ങനെ തുണിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രണ്ട് പട്ടിക്ക് ഇതിൽ വെക്കാനുള്ള ക്യാൻവാസ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് 1.25 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസാണ്. ഇനി ചെറിയ ഷർട്ടൊക്കെ ആണെങ്കിൽ 1 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസും കിട്ടാനുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ അല്പം മുകളിലായിട്ട്, ഈ കഴുത്ത് കട്ട് ചെയ്തതിന് അല്പം ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ കാജാപ്പടി തയ്ക്കാം. അപ്പോൾ ഇതേപോലെ ക്യാൻവാസ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പട്ടി കട്ട് ചെയ്തായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.25 ഇഞ്ച് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഈ 2 സൈഡിലും ഒരു 1/4 ഇഞ്ച് വീതം തയ്ച്ചാൽ മതി. അതിനുശേഷം അങ്ങനെ തിരിച്ചിട്ടിട്ട് ഈ അരിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്തത് ബട്ടൺ വയ്ക്കുന്ന പട്ടിയാണ്. ഇത് വന്നിട്ട് നമുക്ക് 2 ഇഞ്ച് വെച്ചാൽ മതി. ഈ കരഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ മടക്കിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നുകൂടെ മടക്കുക.
അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡ് കൂടെ തയ്ച്ചെടുക്കുക. ഇവിടെ അതേപോലെ അധികമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്ക് പീസ് എടുത്തിട്ട് ഇതിൻ്റെ അടിവശം നല്ല വശം എടുക്കുക. അതായത് ഈ മാർക്കിങ് ഉള്ളിലേക്ക് പോയാൽ മതി. അതിനുശേഷം ഇതേപോലെ വെച്ചിട്ട് അരഞ്ചിൽ തയ്ച്ചെടുക്കുക. ഓരോ തൈലും കൂടി ഇട്ടിട്ട് ഇത് ഓവർലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ ഒരു തൈലും കൂടി ഇട്ടതിന് ശേഷം ഓവർലോക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ബാക്കിൽ അല്പം എക്സ്ട്രാ ഉണ്ട്, ഇത് കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ നമ്മൾ കഴുത്തിനൊപ്പമാണ് ജോയിൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കഴുത്ത് വട്ടം കൂടി പോകും. ഇനി ഇതിലേക്കുള്ള സ്ലീവ് തയ്ക്കാം. അപ്പോൾ സ്ലീവിലേക്ക് ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മളൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആകെ 3 ഇഞ്ച് എടുക്കുക. അതായത് 2 സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പാണ്. എന്നിട്ട് ഇതേപോലെ അടിവശത്തുനിന്ന് 1/2 ഇഞ്ചിൽ ഇത് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു അടയാളം ഇടുക. അതിനുശേഷം ഇതിൻ്റെ ഈ സൈഡ് ഒരു 1/2 ഇഞ്ച് ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വി ഷേപ്പിൽ ഒന്ന് തയ്ച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കുക. ഒരു 2 സൈഡിൽ ഒരു 1/4 ഇഞ്ച് വീതം എടുത്താൽ മതി. അതിനുശേഷം ഇത് അടിമറിച്ചെടുക്കുക. ഇതേപോലെ വെച്ചിട്ട് തിരിച്ചെടുക്കുക. ഈ നൂല് മാറ്റിയതിന് ശേഷം ഈ സൈഡിൽ കൂടെ ഒരു തൈലിടുക. ഇതിന് മേലെ ഇത് മടക്കി വെച്ചിട്ട് ഒരു തൈലിടുക. ഇനി ഇതേപോലെ അടുത്ത സ്ലീവും തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ആം ഹോളും സ്ലീവും ഒന്ന് വെച്ച് നോക്കാം. ഒരല്പം കുറവ് വരുന്നുണ്ട്, ഏകദേശം ഒരു പോയിൻ്റ്. അത് നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ 2 ഒന്നിച്ച് കട്ട് ചെയ്യുക. അതുപോലെ ഈ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വന്നിട്ട് ഈ ഫ്രണ്ട് ഈ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ വയ്ക്കുക. അതായത് സ്ലീവിൻ്റെ നല്ല വശം, ഷർട്ടിൻ്റെ ഈ കാജാപ്പട്ടി ഭാഗം ഇതിൻ്റെ നല്ല വശം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്താൽ മതി. നമ്മൾ ഓവർലോക്കാണ് ചെയ്യുന്നത്. ഇതിവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫ്രണ്ടും ബാക്കും ഒപ്പം പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഷോൾഡർ ജോയിൻ്റ് ചെയ്തതിൻ്റെ ഇവിടെ എല്ലാം സെൻറ്റർ വരിക. 1 ഇഞ്ച് മേലെയാണ് വരിക. നമ്മൾ 2 ഇഞ്ച് ബാക്കിൽ എക്സ്ട്രാ ഇട്ടിരുന്നു. ഇനി ഇതിനൊപ്പം വെച്ച് തയ്ച്ചെടുക്കാം. ഒരു തൈലും കൂടി ഇടാം. ഇനി ഇതേപോലെ അടുത്ത സ്ലീവും തയ്ക്കാം. അപ്പോൾ അതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്യാം. ഇതിൽ ഞാൻ തയ്യത്തുമ്പോൾ 1/2 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൽ തന്നെയാണ് ഇത് ജോയിൻ്റ് ചെയ്യേണ്ടത്. ഈ സ്ലീവ് അറ്റാച്ച് ചെയ്ത് തയ്യത്തുമ്പോൾ സ്ലീവിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അതേപോലെ 2 സൈഡും 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ അടിമറിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ബോട്ടം തയ്ച്ചെടുക്കാം. ബോട്ടം 1.5 ഇഞ്ച് വീതിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 3/4 ഇഞ്ച് ആദ്യം മടക്കുക. എന്നിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ഇത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് തയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ 3/4 ഇഞ്ച് മടക്കിയിട്ട് ഒരു തയ്യലിടുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കിയിട്ട് അടിച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് വരച്ചിട്ടാണ് ഇത് തയ്ക്കുന്നത്.
ഇനി ഇതിലേക്കുള്ള കോളർ തയ്ച്ചെടുക്കാം. കോളർ ഇതേപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുക. ഇവിടെ നമുക്ക് മടക്കിയടിക്കാനുള്ള തയ്യത്തുമ്പ് വേണം. ഇവിടെ അതേപോലെ ബൈൻഡിലേക്കുള്ള തയ്യത്തുമ്പ്, കോളറിലേക്കുള്ള തയ്യത്തുമ്പ് ഇതിൽ തന്നെയാണ് വരിക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ തുണിയിൽ തന്നെ നമുക്ക് ഈ കോളർ അടിച്ചെടുക്കാം. കോളർ പോയിന്റ് നൂലിട്ടെടുക്കണം. അപ്പോൾ അതേപോലെ തയ്ച്ചെടുക്കുക. ഇനി ഈ ബൈൻഡ് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ ബൈൻഡ് തയ്ച്ചെടുത്തിട്ട് അതിലുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ 1/4 ഇഞ്ച് തയ്യത്തുമ്പ്, ഈ സൈഡും 1/4 ഇഞ്ച് തയ്യത്തുമ്പ് വേണം. ഇവിടെ നമുക്ക് 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നേരത്തെ ഉണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ 2 സെൻറ്ററും കൂടെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് തയ്ച്ചു തുടങ്ങാം. ഇനി ഇതേപോലെ ബൈൻഡിലേക്ക് അടിയിലേക്ക് ഒരു തുണി വയ്ക്കുക. അതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരല്പം ഈ ബൈൻഡിൻ്റെ ചെരുവിനനുസരിച്ച് അല്പം കയറ്റി വയ്ക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക. ഈ സൈഡും അതേപോലെ അല്പം കയറ്റി വയ്ക്കുക. ഇതേപോലെ ഈ സൈഡ് നാം കൊണ്ടൊന്ന് വരച്ചതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ 1/4 ഇഞ്ചിൽ ബൈൻഡിലൊരു തയ്യലിടുക. ഇനി ഇവിടെ ഒരു 1/4 ഇഞ്ച് കോളർ അറ്റാച്ച് ചെയ്യാനുള്ള തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്തുക. ഇനി നമുക്കിത് ബോഡിയിലത്തെ കഴുത്തുമായിട്ടൊന്ന് വെച്ച് നോക്കാം. അതേപോലെ ഫ്രണ്ട് പട്ടി 2 ഒപ്പം പിടിക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഒപ്പം പിടിച്ചിട്ട് ഇവിടെ ഒരു അടയാളം ഇടാം. എന്നിട്ട് ഇതൊപ്പം വെച്ച് നോക്കിയാൽ മതി. ഇതൊരു 1/4 ഇഞ്ചിൻ്റെ കുറവ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഫ്രണ്ടിൽ നിന്ന് മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഫ്രണ്ട് പോർഷൻ ഒപ്പം വയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്യാനുള്ള 1/4 ഇഞ്ച് ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഒട്ടും കട്ട് ചെയ്യരുത്, ഇവിടെ മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് അറ്റാച്ച് ചെയ്യാം. ഇവിടെ നിന്ന് ഈ നല്ല വശത്തുനിന്ന് ഇതേപോലെ 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ സെൻറ്റർ 2 ഒന്നിച്ച് വരണം. ഇനി ഈ ബാക്ക് വശത്ത് ഞാൻ കൊണ്ടൊന്ന് നന്നായിട്ട് വരച്ചെടുക്കുക. ഇനി തിരിച്ചിട്ടിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ തയ്യത്തുമ്പ് ഉള്ളിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ഇതിങ്ങനെ വന്ന് ഈ ബൈൻഡ് കൂടെ ഇതിന് മേലെ വന്ന് ഇതിലെങ്ങനെ വന്ന് ഇവിടെ തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കുക. ഈ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത നൂല്
ഇവിടെ ചോട് കട്ട് ചെയ്യാതെ ഇതിങ്ങനെ ചുരുട്ടിയിട്ട് ഇതിനകത്തേക്ക് വെച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് വരും. അല്ലെങ്കിൽ ഈ നൂലിൻ്റെ എൻഡ് ഇങ്ങനെ എറിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒട്ടും ചുളിവില്ലാതെ കഴുത്തെല്ലാം അടിച്ചെടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.